നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അധികം ആളുകൾ ഇപ്പോൾ ജിയോ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ജിയോ വന്നതോടുകൂടി ജിയോ എന്ത് തീരുമാനിക്കുന്നോ അതായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ നെറ്റ്വർക്ക് കമ്പനികളും പ്രാവർത്തികമാക്കുക നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജിയോ നെറ്റ്വർക്ക് മൊബൈൽ ഡാറ്റ റീചാർജിനൊക്കെ പ്രത്യേകം റേറ്റ് കൂട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ജിയോ റേറ്റ് കൂട്ടിയതോടുകൂടി എയർടെല്ലും റേറ്റ് കൂട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ വിഐയും അതുപോലെ തന്നെ മറ്റ് നെറ്റ്വർക്കുകളൊക്കെ നമ്മൾ ചാർജ് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ജിയോ ആണ്. ജിയോ നെറ്റ്വർക്കിൽ ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ജിയോ നെറ്റ്വർക്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്തിരുന്ന നമുക്ക് നിലവിൽ 155 രൂപയുടെ 2GB നെറ്റും 28 ദിവസം വാലിഡിറ്റിയുള്ള 155 രൂപയുടെ റീചാർജ് 189 രൂപ. അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂ പ്ലാൻ എന്ന്. ഇപ്പോൾ നിലവിൽ 189 രൂപയാണ് വില വരുന്നത്. അതായത് ഈ വരുന്ന മാസം ജൂലൈ 3-ാം തീയതിയാണ് ഈ ചാർജെല്ലാം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ 209-ന് 1GB ഡേ റീചാർജ് ചെയ്തിരുന്ന ആളുകൾ ഇനി 249 രൂപ റീചാർജ് ചെയ്യണം. അതായത് 40 രൂപ അധികം റീചാർജ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ റീചാർജിനും നല്ല എമൗണ്ട്, ഏകദേശം 50 രൂപയോളം വില വരുന്ന റീചാർജ് അധികമായിട്ട് നമ്മൾ നൽകേണ്ടതാണ് ജിയോക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ 2 മാസത്തിൻ്റെ പ്ലാൻ വരികയാണെങ്കിൽ 479-ന് 1.5 GB ദിവസവും ലഭിച്ചിരുന്ന 56 ദിവസത്തെ വാലിഡിറ്റിക്ക് നേരത്തെ 479 രൂപയായിരുന്നു. ഇപ്പോൾ അത് 579 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ പ്ലാനുകൾക്കും റേറ്റ് കൂട്ടിയിട്ടുണ്ട് ജിയോക്ക്. നിലവിൽ നമ്മൾ 5GB ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു. 5GB സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് 5GB ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2GBയുടെ ഡാറ്റ എടുക്കാതെ നമുക്ക് 5GBയുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് കൂടി ജിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വളരെ എളുപ്പമാകില്ല നമുക്ക് റീചാർജ് ചെയ്യുന്ന കാര്യം. എയർടെല്ലിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. എയർടെല്ലും ഈ ജൂലൈ 3-ാം തീയതി മുതൽ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 28 ദിവസത്തെ വാലിഡിറ്റിക്ക് വേണ്ടി നമ്മൾ 79 രൂപ നേരത്തെ റീചാർജ് ചെയ്തിരുന്നു. അത് ഇനി 99 രൂപ നമ്മൾ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നേരത്തെ 249 രൂപയ്ക്ക് 28 ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോളിങ്ങും അതുപോലെ തന്നെ 1.5 GB നെറ്റ് ഉപയോഗിച്ചിരുന്നത്. ആ 249-ൻ്റെ പ്ലാൻ ഇനി 299 രൂപ നമ്മൾ നൽകണം. ഏകദേശം 45 രൂപയോളം നമ്മൾ ഓരോ റീചാർജിനും അധികമായിട്ട് ഇനി നൽകണം. ഈ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എയർടെലിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ജിയോയുടെയും ചാർട്ട് കാണിച്ചു. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ വിഐയും അതുപോലെ തന്നെ മറ്റ് നെറ്റ്വർക്കുകളൊക്കെ ചാർജ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ജൂലൈ 3-ാം തീയതി പുതിയ നിരക്കുകൾ ബാധകമാകും. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ നിങ്ങൾ അധിക റീചാർജുകൾ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഇനി 1 വർഷത്തേക്കൊക്കെ റീചാർജ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ വളരെ നേരത്തെ റീചാർജ് ചെയ്ത് വെക്കുക. നിലവിൽ വാലിഡിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ വാലിഡിറ്റി അവസാനിച്ചതിന് ശേഷമാണ് നമുക്ക് പുതിയ വാലിഡിറ്റി കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ റീചാർജ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, ആ വാലിഡിറ്റി അവിടെ നിൽക്കും. നിലവിൽ ഉള്ള വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം പുതിയ നിങ്ങൾ റീചാർജ് ചെയ്ത ആ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യേണ്ട ആളുകളൊക്കെ വളരെ നേരത്തെ റീചാർജ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.